guys, welcome back to my YouTube channel. I'm back with another vlog. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സജസ്റ്റഡ് വീഡിയോ ആണ്, മോർണിംഗ് സ്കൂൾ റുട്ടീൻ. സോ നിങ്ങൾക്ക് ഏതൊക്കെ വീഡിയോസാണ് കാണാൻ താല്പര്യമുണ്ട് എന്നൊക്കെ കമൻറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കനിൽ ഒന്നും കൂടെ ക്ലിക്ക് ചെയ്യുക, എങ്കിൽ മാത്രമേ വീഡിയോ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. ഞാൻ അന്ന് എണീറ്റിട്ടുണ്ടായിരുന്നത് 5:30-ക്കായിരുന്നു. അന്നൊരു ടെസ്റ്റ് പേപ്പർ ഉണ്ടായിരുന്നു, പിന്നെ മാത്സിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാനുണ്ടായിരുന്നു. സോ എണീറ്റപ്പം ടേബിൾ കുറച്ച് അലങ്കോലമായിരിക്കായിരുന്നു. സോ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ചു. പിന്നെ ഞാൻ മാത്സ് പഠിക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തു. മാത്സിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ തന്നെയാണ് കേട്ടോ, അത് തീർന്നിട്ടില്ല. പിന്നെ എനിക്ക് ടെസ്റ്റ് പേപ്പർ എന്ന് പറഞ്ഞത് സുവോളജി ആയിരുന്നു. ഞാൻ മാത്സിൻ്റെ നോട്ട്ബുക്കിൽ നിന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് ചെയ്ത് നോക്കുമായിരുന്നു. 7-10 വരെ മാത്സ് ആയിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്. ലാസ്റ്റ് ഒരു 20 മിനിറ്റ്സ് ജസ്റ്റ് സുവോളജി ഒന്ന് റിവൈസ് ചെയ്തു, അത്രയേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം ഞാൻ മാത്സ് സ്റ്റാർട്ടിങ് ടു പഠിപ്പിച്ചത് നിർത്തി, അത്രയും കോൺസെപ്റ്റ്സ് ഒക്കെ ഒന്ന് ക്ലിയർ ആക്കി അങ്ങനെ പോകുമായിരുന്നു. അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ നിങ്ങളാരും വിചാരിക്കരുത് ഞാൻ എന്നും ഇത്രയും പ്രൊഡക്റ്റീവാണ്. ഓരോ ദിവസവും ഓരോ ടൈപ്പാണ്. എന്നും ഒരേപോലെ മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്മളെക്കൊണ്ട് പറ്റില്ല. പക്ഷെ നമുക്ക് നമ്മുടെ റുട്ടീനിലുള്ള ഡിഫക്ട്സ് മനസ്സിലാക്കിയത് മാക്സിമം മാറ്റാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ നിങ്ങളിൽ കുറച്ച് പേര് പറഞ്ഞിട്ടുള്ളതാണ് വീഡിയോ ക്വാളിറ്റിക്ക് പ്രശ്നമുണ്ടെന്ന്. ഞാൻ നല്ല ക്യാമറ ക്വാളിറ്റിയുള്ള ഫോണിൽ നിന്ന് തന്നെയാണ് ഷൂട്ട് ചെയ്യുന്നത്. എഡിറ്റ് ചെയ്തിട്ട് അത് സേവ് ചെയ്യുമ്പോഴാണെങ്കിലും ഒരു പ്രശ്നമില്ല. ഈ ഒരു പ്രശ്നം ഉണ്ടാകുന്നതിൻ്റെ റീസൺ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, എനിക്ക് തോന്നുന്നു വൈഫൈയിൽ നിന്ന് കാണുമ്പം ഇതിനത്രയും പ്രശ്നമില്ല, ക്വാളിറ്റിക്ക് അത്ര പ്രശ്നമില്ലെന്ന്. ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ ആ സെറ്റിങ്സിൻ്റെ സൈഡിൽ പോയിട്ട് അപ്ലൈ ഹയർ പിക്ചർ ക്വാളിറ്റിന്ന് അപ്ലൈ ചെയ്യുക. അപ്പോൾ ആ പ്രശ്നം ഉണ്ടായിരിക്കില്ല കേട്ടോ. അതൊന്ന് സെറ്റായി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വീഡിയോയ്ക്ക് നല്ല ക്വാളിറ്റി ആയിരിക്കും. സോ അങ്ങനെ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ, എൻ്റെ വീഡിയോയ്ക്ക് മാത്രമല്ല ഏത് വീഡിയോയ്ക്ക് ക്വാളിറ്റി ഇല്ലെങ്കിലും നിങ്ങൾക്ക് ലോങ് വീഡിയോസിൽ ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ്. അങ്ങനെയാണെങ്കിൽ നല്ല ക്വാളിറ്റി ആയിട്ട് നമുക്ക് വീഡിയോ കാണാൻ പറ്റും കേട്ടോ. പിന്നെ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സ് ഓൺ ആയിട്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി പുതിയ സ്കൂളിൽ പോയിട്ട് നിങ്ങൾക്ക് ഉള്ള എക്സ്പീരിയൻസ് എങ്ങനെയാണെന്ന്, നിങ്ങൾക്ക് എടുത്ത സ്ട്രീം ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ പറയണം കേട്ടോ. സോ ഒരു ടൈം ലാപ്സ് കാണാം. അത് കഴിഞ്ഞൊരു 10 മിനിറ്റ് ബ്രേക്ക് എടുത്തു. പിന്നെ സുവോളജി റിവൈസ് ചെയ്യാൻ വേണ്ടിയിരുന്നു. ഫസ്റ്റ് ചാപ്റ്റർ, ആ ഒരു ചാപ്റ്റർ എനിക്കിഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് ഒത്തിരി പാടൊന്നും തോന്നിയില്ല. എനിക്ക് ആ ചാപ്റ്റർ കുറച്ച് ഈസി ആയിട്ടാണ് ഫീൽ ചെയ്തത് കമ്പാരിറ്റീവ്ലി. പിന്നെ എപ്പോഴും ഒരു സ്ഥലത്തിരുന്നാൽ ബോറടിക്കുമല്ലോ, അതുകൊണ്ട് ഞാൻ ഹാളിലൊന്ന് വന്നിരുന്നതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ടു ഡു ലിസ്റ്റ് എന്തൊക്കെ കംപ്ലീറ്റ് ചെയ്തതെന്ന് നോക്കി. പിന്നെ ആ ടേബിൾ ജസ്റ്റ് പോകുമ്പോൾ ഒന്ന് ഒതുക്കി വെക്കും. ഇപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, എൻ്റെ അനിയത്തി ഇതുവരെ എണീറ്റിട്ടില്ല കേട്ടോ. അവൾ കറക്റ്റ് 7:00-ക്കാണ് എഴുന്നേൽക്കാറ്. ഞാൻ രാവിലെ ഇതൊക്കെ ചെയ്ത് വെക്കും, ടേബിളൊക്കെ ക്ലീൻ ചെയ്ത് വെക്കും. ഇല്ലെങ്കിൽ വൈകിട്ട് വന്നിട്ട് ഭയങ്കര മടിയായിരിക്കും ഇത് ഓർഗനൈസ് ചെയ്തിട്ട് പിന്നെ പഠിക്കാൻ വേണ്ടിയൊക്കെ ഇരിക്കാൻ. ഓക്കെ, അതൊക്കെ കഴിഞ്ഞ് ഞാൻ കട്ടിലൊക്കെ വിരിച്ചിട്ടു. പിന്നെ അടുത്ത് നമ്മുടെ നെക്സ്റ്റ് അപ്കമ്മിങ് ആയിട്ടുള്ള യൂട്യൂബ് വീഡിയോസാണ് കേട്ടോ ഇത്. അപ്പോൾ മോർണിംഗ് സ്കൂൾ റുട്ടീൻ വന്നു. അടുത്ത ഡേ ഇൻ മൈ ലൈഫ് ആണ് കേട്ടോ. അപ്പം ഞാനിത് ആ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. സോ എനിവേ ലെറ്റ്സ് ഗെറ്റ് റെഡി ഫോർ സ്കൂൾ. സോ ഫസ്റ്റ് തന്നെ യൂണിഫോം അയൺ ചെയ്തു. അമ്മ അയൺ ചെയ്ത് തന്നിരുന്നു. യൂണിഫോം ഇടുന്ന ഫസ്റ്റ് ഡേ ആണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഹിമാലയയുടെ ഓറഞ്ച് ഫേസ് വാഷ് ഉപയോഗിച്ച് ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തു. പോൺസിൻ്റെ മോയ്സ്ചറൈസർ ഇട്ടു. അത് കഴിഞ്ഞിട്ട് പൊട്ട് വെച്ചു, കണ്ണെഴുതി. കറക്റ്റ് സമയത്ത് കറണ്ടും പോയിട്ടു. പിന്നെ എമർജൻസി ഒക്കെ കത്തിച്ച് വെച്ചു, കാരണം അത്രയ്ക്ക് വെട്ടം വന്നിട്ടില്ലായിരുന്നു. പിന്നെ എമർജൻസി വെച്ചു. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ദോശയും സാമ്പാറുമായിരുന്നു. സോ ഞാൻ റെഡിയായി. ഞാൻ 8:15-8:30 കേട്ടോ പോവാറ്. എൻ്റെ അനിയത്തിയും ഈ സമയത്തൊക്കെ തന്നെയാണ് കേട്ടോ സ്കൂളിൽ പോകാറ്. സോ രാവിലെ ഒരുങ്ങുന്ന ബഹളങ്ങൾ രണ്ടുപേർക്കും സെയിമാണ്. സോ ബൈ, സീ യു നെക്സ്റ്റ് വീഡിയോ. പിന്നെ വീഡിയോ ഡിലേ ആവുന്ന എന്താണെന്ന് ചോദിച്ചാൽ സ്കൂളിൽ നിന്ന് വന്ന് കഴിഞ്ഞ് എഡിറ്റ് ചെയ്യാൻ സമയം കിട്ടാറില്ല, അതുകൊണ്ടാണ്.